LDF-ന്റെ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് അഭിമാനമാകാൻ ഒരുങ്ങുന്നു. നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നത്. മെയ് 2-ന് പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യുന്നതോടെ ആഗോള ചരക്കു ഗതാഗതത്തിന്റെ ഹബ്ബായി വിഴിഞ്ഞം മാറും. തുറമുഖത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് പദ്ധതിക്ക് ജീവൻ വെച്ചത്. നേരിടേണ്ടി വന്നത് നിരവധി പ്രതിസന്ധികൾ. ഓഖി ദുരന്തവും തുറമുഖത്തിനെതിരെയുള്ള പ്രതിപക്ഷ സമരവുമെല്ലാം വിലങ്ങുതടികളായി. എന്നാൽ നിശ്ചയദാർഢ്യമുള്ള ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയാൽ എല്ലാത്തിനെയും അതിജീവിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ്. ഒന്നാം ഘട്ടത്തിൽ ബർത്തിന്റെയും പുലിമുട്ടിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത്. 2700 മീറ്ററാണ് നിലവിലെ പുലിമുട്ടിന്റെ നീളം. രണ്ടാം ഘട്ടത്തിൽ ഇത് 4000 മീറ്ററായി വർദ്ധിപ്പിക്കും. ഡിസംബർ മാസത്തോടുകൂടി രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മെയ് 2-ന് തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി വിഴിഞ്ഞത്തെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. ഓട്ടോമാറ്റിക് നാവിഗേഷൻ സിസ്റ്റമാണ് തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. നിലവിൽ ഒന്നാം ബർത്തിൽ കൂറ്റൻ മദർഷിപ്പുകളാണ് എത്തുന്നത്. മദർഷിപ്പുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നത് തന്നെയാണ് രാജ്യത്തെ മറ്റു തുറമുഖങ്ങളിൽ നിന്ന് വിഴിഞ്ഞത്തെ വ്യത്യസ്തമാക്കുന്നത്. പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായ തുറമുഖം മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. നടക്കില്ലെന്ന് പറഞ്ഞ പല പദ്ധതികളിൽ മറ്റൊന്നുകൂടി LDF സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ്. മെയ് 2-ഓടുകൂടി ആഗോള ചരക്ക് ഗതാഗത ഭൂപടത്തിൽ വിഴിഞ്ഞം പ്രധാനപ്പെട്ട പേരുകളിലൊന്നാകും. ക്യാമറ പേഴ്സൺ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.